കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട ചേരിപ്പോരിൽ മനമെടുത്താണ് PC ചാക്കോ ദേശീയ നേതൃത്വത്തിന് രാജി കൈമാറിയത്. അനവസരത്തിൽ മന്ത്രിമാറ്റം ഉയർത്തി പാർട്ടിയുടെ പ്രതിച്ഛായ കെടുത്തിയെന്ന വിമർശനം നേതാക്കൾ കൂട്ടമായി ഉയർത്തിയതോടെ PC ചാക്കോ ഒറ്റപ്പെട്ടു. ഇതോടെ പാർട്ടി പിളരുമെന്ന ഘട്ടമെത്തി. എന്നാൽ മന്ത്രിമാറ്റം ആവശ്യപ്പെട്ടത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമെന്ന നിലപാടാണ് PC ചാക്കോ വിശദീകരിച്ചത്. ദീർഘകാലം മന്ത്രിസ്ഥാനത്തിരിക്കുന്ന കെ ശശീന്ദ്രനെ തള്ളി പാർട്ടിക്കകത്ത് മുന്നോട്ട് പോകാനാവില്ലെന്ന് മനസ്സിലാക്കിയ സംസ്ഥാന ഭാരവാഹികൾ ശശീന്ദ്രനൊപ്പം സംഘടിച്ചു. ഇതോടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി തയ്യാറാക്കി നേതാക്കൾ ഒപ്പുശേഖരണവും നടത്തി. ഇതിന് പിന്നാലെയാണ് താൻ കാരണം പാർട്ടി പിളരാൻ പാടില്ല എന്ന നിലപാടിൽ PC ചാക്കോ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചത്. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ചാക്കോയുടെ നീക്കം ഒരു വിഭാഗത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നാണ് NCP മുതിർന്ന നേതാവ് PN സുരേഷ് ബാബു പ്രതികരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ചില നടപടികളിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് വ്യക്തിഗതമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതല്ലാതെ അദ്ദേഹത്തിന് നേതൃത്വപരമായ കാര്യത്തെക്കുറിച്ചുമുള്ള ഒരു എതിർപ്പ് ഉള്ളതായിട്ട് ഞങ്ങൾക്കൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കെ ശശീന്ദ്രൻ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കണമായിരുന്നു എന്നാണ് NCP വിദ്യാർത്ഥി വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് അരുൺ സത്യനാഥൻ വ്യക്തമാക്കിയത്. NCP എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഒരു വാല്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടി നിലപാടുകൾ 100% മന്ത്രി അത് അതേ രീതിയിൽ പാർട്ടിയോട് കൂടെ നിൽക്കണമായിരുന്നു. അദ്ദേഹത്തിനെ പോലത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ പാർട്ടി വേണ്ടാന്നുള്ളൊരു സന്ദേശമാണ് തരുന്നതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. NCPക്കുള്ളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ തൃശ്ശൂരിൽ അനുരഞ്ജന ചർച്ച നടക്കാനിരിക്കെയാണ് PC ചാക്കോ സംസ്ഥാന അധ്യക്ഷ പദവി തന്നെ രാജിവെച്ചത്. NCPയിലെ 2 MLAമാരും മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന ആശയം മുന്നോട്ട് വച്ചതിന് ചാക്കോയ്ക്ക് ബലി കൊടുക്കേണ്ടി വന്നത് തൻ്റെ അധ്യക്ഷ പദവിയാണ്. സ്വന്തം നാട്ടിലെ പിന്തുണയില്ലാതെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇനി ചാക്കോ തുടരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.